അധ്യക്ഷൻ ആലുവയുടെ ജനകീയനായ MLA പ്രിയപ്പെട്ട സി അൻവർ സാദത്ത് ഈ വിശ്വാസ സംരക്ഷണ യാത്ര ആലുവയിൽ ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ഏറ്റവും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റിനെതിരായി അതിശക്തമായ പ്രതിരോധം ഉയർത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ VD സതീശൻ, എറണാകുളം MP ശ്രീ IB ഈഡൻ, പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ മുഹമ്മദ് ഷിയാസ്, AICC സെക്രട്ടറിയും അങ്കമാലി MLA ശ്രീ റോജി M ജോൺ, സീനിയർ കോൺഗ്രസ് നേതാവ് പ്രിയങ്കരനായ ശ്രീ MO ജോൺ, KPCCയുടെ ജനറൽ സെക്രട്ടറിയും ജാഥ കോർഡിനേറ്ററുമായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, സ്വാഗതം ആശംസ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ മുത്തലീഫ്, KP സെക്രട്ടറി ശ്രീ സക്കീർ ഹുസൈൻ, ഈ ജാഥയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ കൂടിയായ മുൻ MP, KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം, ഏറെ ബഹുമാനായ പ്രിയങ്കരനായ ശ്രീ TN പ്രതാപൻ, വേദിയിലും സദസ്സിലുമുള്ള ഏറെ ബഹുമാന്യരായ മഹിളാ കോൺഗ്രസ് നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഈ വിശ്വാസസംഗമ യാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ ബഹുമാന്യരായ പ്രിയങ്കരായ കോൺഗ്രസ് പ്രവർത്തകരെ, ഭക്തജനങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സുദീർഘമായ ഒരു മറുപടി പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലും പ്രിയങ്കരനായ അധ്യക്ഷൻ ശ്രീ അൻവർ സാദത്ത് അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിലും ശ്രീ അബ്ദുൽ മുത്തലീബ് സ്വാഗത പ്രസംഗത്തിലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് സവിസ്തരമായി പ്രതിപാദിക്കുകയുണ്ടായി. 4 ജാഥകളാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയ്ക്കെതിരായി അതിന് കൂട്ടുനിന്നവരെ ഉടൻ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി 4 യാത്രകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച് 17-ാം തീയതി ചെങ്ങന്നൂരിൽ സമാപിച്ച് 18-ാം തീയതി പന്തളത്ത് പദയാത്രയായി UDFന്റെ വലിയ സംഗമം നടക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് 2ാമത്തെ വിശ്വാസ സംരക്ഷണ യാത്രയാണ്. 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയെ കളങ്കപ്പെടുത്തുവാൻ വേണ്ടി ശബരിമലയുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അവിടെ യുവതികളെ വേഷം കെട്ടി പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി ശബരിമലയിൽ പ്രവേശിപ്പിക്കുവാൻ ശ്രമിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ അനുമതി കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി ഉണ്ടായതിന് ഉത്തരവാദി ആരാണ്? ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന കേസ് വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരള ഗവൺമെന്റ് അഭിപ്രായം ചോദിച്ചു. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയാണ്, ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. നമ്മൾ എല്ലാവരുമായി ആലോചിച്ചു, ഹൈന്ദവ സംഘടനകളുമായി ആലോചിച്ചു, അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള ആ സംഘടനകളുമായി ആലോചിച്ചു, ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്തു, NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുമായി ചർച്ച ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ അന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി ശബരിമല ക്ഷേത്രം ഒരു സവിശേഷമായ പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതുമായി പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നൂറ്റാണ്ടുകളായി അനുഷ്ഠിച്ചു വരുന്നു. അതിന് കോട്ട സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നിലവിലുള്ള ആചാര സംരക്ഷണം നിലനിൽക്കണം. അതുകൊണ്ട് യുവതീ പ്രവേശനം നടത്താൻ പാടില്ലെന്ന് നമ്മൾ അഫിഡവിറ്റ് കൊടുത്തു.
ആ സത്യവാങ്മൂലം പിന്നീട് വന്ന അച്യുതാനന്ദൻ ഗവൺമെന്റ് അട്ടിമറിച്ചു. അട്ടിമറിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന് സത്യവാങ്മൂലം തിരുത്തി കൊടുത്തു. ഇന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നത് എങ്ങനെയാണ്? ആ സത്യവാങ്മൂലം തിരുത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതി പ്രവേശത്തിന് അനുകൂലമായ വിധി ഉണ്ടായത്. അത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ആരാണ്? പിണറായി വിജയന്റെ ഗവൺമെന്റാണ്, ഒന്നാം പിണറായി ഗവൺമെന്റാണ്. അങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഈ വിധി എങ്ങനെ നടപ്പാക്കണമെന്നതിനെ സംബന്ധിച്ച് കേരള നിയമസഭയിൽ ചർച്ച നടത്തിയില്ല. അയ്യപ്പ സേവാ സംഘം ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചർച്ച നടത്തിയില്ല. NSS ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ചർച്ച നടത്തിയില്ല. ശബരിമല തന്ത്രിയുമായി കൂടിയാലോചന നടത്താതെ ധൃതി പിടിച്ച് ശബരിമലയിൽ നവോത്ഥാനം നടപ്പാക്കാൻ വേണ്ടി 1-2 യുവതികളെ വേഷം കെട്ടിച്ച് പോലീസിന്റെ സഹായത്തോടു കൂടി ശബരിമലയിലെ ശ്രീകോവിൽ കയറ്റാൻ ശ്രമിച്ചതാണ് അവിടെ സംഘർഷമുണ്ടായത്, ഏറ്റുമുട്ടലുകൾ ഉണ്ടായത്. ശബരിമല സംഘർഷഭൂമിയായി മാറി. അന്ന് NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ നാമജപ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടി വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ആചാരത്തിനും അനുഷ്ഠാനത്തിനും എന്നും അതിനനുകൂലിച്ച് നിന്നിട്ടുള്ള, അതിനെ സംരക്ഷിച്ചിട്ടുള്ള കോൺഗ്രസ് പാർട്ടി അന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സമരരംഗത്ത് വന്നു. നമ്മുടെ പ്രക്ഷോഭം കേരളത്തിലെ 4 ജാഥകൾ നടത്തി. ആ 4 ജാഥകൾ പത്തനംതിട്ടയിൽ സമാപിച്ചു. ആ പത്തനംതിട്ടയിൽ അന്ന് സമാപിച്ചുകൊണ്ട് 10,000-കണക്കിന് വിശ്വാസികളും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പത്തനംതിട്ടയിൽ സംഗമിക്കുകയും വലിയൊരു പ്രതിഷേധ സംഘം അവിടെ നടത്തുകയും ചെയ്തു. അപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയെ പാപമംഗലമാക്കുവാൻ, ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുത്തുവാൻ, ശബരിമലയിൽ നിലനിൽക്കുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് നവോത്ഥാന നായകനായി മാറാൻ പിണറായി വിജയൻ ശ്രമിച്ചപ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അതിനെ ശക്തമായി നേരിട്ടത്, യുവതി പ്രവേശത്തെ പരാജയപ്പെടുത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട്. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതാ 2ാമതൊരു വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുകയാണ്. 2ാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലും ശബരിമലയെ പാപമംഗലമാക്കുവാൻ, ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അട്ടിമറിക്കപ്പെടുവാൻ, ശബരിമലയുടെ പവിത്രത ഇല്ലാതാക്കുവാൻ ഇവർ ശ്രമിച്ചിരിക്കുന്നു. ഞാൻ വിശദാംശം കിടക്കുന്നില്ല. നമുക്കറിയാം, ഇവിടെ വളരെ വിശദമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ശബരിമലയിലെ സ്വർണ്ണ പാളികൾ പുറത്തു കൊണ്ടുപോയിരിക്കുന്നു. എത്ര കിലോ സ്വർണമാണ് പുറത്തു കൊണ്ടുപോയത്? അതിൽ എത്ര കിലോഗ്രാം തിരിച്ചു കൊണ്ടുവന്നു എന്ന് ആർക്കും കണക്കില്ല. അതോടൊപ്പം തന്നെ ശബരിമല ദ്വാരപാലക ശില്പം മാത്രമല്ല, ശ്രീകോവിലെ കട്ടള, ശ്രീകോവിലെ വാതില്, ഇതെല്ലാം കടത്തിക്കൊണ്ടുപോയി. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ട് ചെമ്പുപാളികളുമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നിരിക്കുന്നത്. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഈ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെ ഒരു അവതാരമാണ്. ശബരിമലയിലെ എല്ലാ കൊള്ളയ്ക്കും കൂട്ടുനിന്ന, അല്ലെങ്കിൽ സർക്കാർ ഉപയോഗിച്ച, ദേവസ്വം ബോർഡ് ഉപയോഗിച്ച ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ശബരിമലയിലെ വിജിലൻസുകാർ വിളിച്ച് ചോദ്യം ചെയ്തിട്ട് 1 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് കൂളായിട്ട് അയാളെ ഇറക്കി വിട്ടു. അയാൾ പറഞ്ഞ എന്താണ്? എനിക്ക് പറയാനുള്ളതല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൂളായി ഇറങ്ങി വരിക ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ചോദ്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നുവെങ്കിൽ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും, സ്വർണ്ണപ്പാളി പോയതും ചെമ്പുപാളി വന്നതും, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയതും ഹൈദരാബാദിൽ കൊണ്ടുപോയതും ആരുടെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ഇത് വെച്ചു വന്നു ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ 1 മണിക്കൂർ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചു. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി തെളിവുകളെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തു വിട്ടപ്പോൾ അയാൾക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇന്നെന്താ പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത? ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ശബരിമലയിൽ നിന്ന് ഒരിക്കലും ഒരു ശബരിമല ഭക്തന്, അല്ലെങ്കിൽ ശബരിമലയെ സ്നേഹിക്കുന്ന, ശബരിമലയെ ആരാധിക്കുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കേൾക്കാൻ പാടില്ലാത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വാർത്ത എന്താണ്? ശബരിമലയുടെ സെക്രട്ടറി ആയിരുന്നു, പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറായ വാസു. ആരാണ് ഈ വാസു? വാസു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊല്ലത്തെ പ്രമുഖ നേതാവായിരുന്നു.
അദ്ദേഹം കൊട്ടാരക്കരയിൽ ഉൾപ്പെടുന്ന കുളക്കട പഞ്ചായത്തിലെ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് അദ്ദേഹം ദേവസ്വം സെക്രട്ടറി ആയിരുന്നു. പിന്നെ ട്രൈബ്യൂണൽ ജഡ്ജി ആയിരുന്നു. അതിനുശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വന്നത്. ആ വാസുവിനെ കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളിൽ വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത. കൊണ്ടുപോയ സ്വർണം തിരിച്ചു കൊണ്ടുവന്ന ചെമ്പ്. അപ്പോൾ ആരൊക്കെയാണ് പ്രതികൾ? കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാണ്. അന്ന് ദേവസ്വം മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയാണ്. വാസു പ്രതിയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം മന്ത്രിയായ വാസവൻ പ്രതിയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്ന പത്മകുമാർ പ്രതിയാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും പ്രതിയാണ്. ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന ഏതാനും ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബലിയാടാക്കിക്കൊണ്ട് ഈ തിമിംഗലങ്ങളെ രക്ഷപ്പെടുത്തുവാനുള്ള മന്ത്രിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മെമ്പർമാരെയും രക്ഷപ്പെടുത്തുവാനുള്ള ഗൂഢനീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അതിന് ഉത്തരവാദി. നേരത്തെ പറഞ്ഞില്ലേ, ശബരിമല മാനുവലിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അനുമതി കൂടിയേ ചെയ്യാൻ പാടുള്ളൂ. ഒരു സാധനവും പുറത്തു കൊണ്ടുപോയി പ്രദർശിപ്പിക്കാനോ അത് പുറത്തു കൊണ്ടുപോകാനോ പാടില്ല. അത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ സന്നിധാനത്ത് വെച്ച് മാത്രമേ അതിന്റെ പരിഹാരക്രിയകൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് തീരുമാനം, എന്നാണ് നിയമവും. ഇവിടെ എന്താ സംഭവിച്ചത്? ബഹുമാനപ്പെട്ട കോടതി അറിയിക്കാതെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി അറിയിക്കാതെ ശബരിമല മാനുവൽ പൂർണ്ണമായി